വെൽക്കം ടു ടെക്കാഡമിക്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഗൂഗിൾ ഫോംസിൻ്റെ ഡിഫറെൻ്റ് യൂസേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഒരു സർവേ ചെയ്യാനായാലും ഒരു അസസ്മെൻറ്റ് ചെയ്യാനായാലും എങ്ങനെയൊക്കെയാണ് ഗൂഗിൾ ഫോംസ് യൂസ് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗൂഗിൾ ഫോംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റെസ്പോൺസസ് ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊരു സർവേ കണ്ടക്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ അസസ്മെൻറ്റ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ഈ ഫോമിൻ്റെ റെസ്പോൺസസ് എങ്ങനെയൊക്കെയാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ മെയിൻലി ഈ ഫോമിൻ്റെ റെസ്പോൺസസ് ക്ലോസ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ ഫോമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഓപ്ഷൻ ഇനേബിൾ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ നമ്മുടെ ഗൂഗിൾ ഫോമിലേക്ക് ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഫോമിൻ്റെ റെസ്പോൺസസ് ക്ലോസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സാമ്പിൾ ഫോമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മുകളിൽ 2 ടാബ് കാണാം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്, റെസ്പോൺസസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട്. അപ്പോൾ ഇതിൽ കറൻ്റ്ലി 3 റെസ്പോൺസസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസ്പോൺസസ് ക്ലോസ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു റെസ്പോൺസസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന മെസ്സേജ് ഇങ്ങനെയായിരിക്കും: നോട്ട് അക്സെപ്റ്റിംഗ് റെസ്പോൺസസ്. അതുപോലെ ആരാണോ റെസ്പോണ്ടൻസ്, അതായത് നമ്മുടെ ഈ ഒരു ഫോമിന് ആരാണോ റെസ്പോൺസ് സെൻഡ് ചെയ്യാൻ പോകുന്നത് അവർക്ക് കിട്ടുന്ന മെസ്സേജ് ഇങ്ങനെയായിരിക്കും. ഈ ഒരു മെസ്സേജ് ഫോർ റെസ്പോണ്ടൻസ് എന്ന് പറയുന്ന ഓപ്ഷന് താഴെ കൊടുത്തിരിക്കുന്ന മെസ്സേജ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേറെ എന്തെങ്കിലും മെസ്സേജാണ് ഡിസ്പ്ലേ ആകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്തും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പം ഞാൻ വേറെ അത് എഡിറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഫോം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോമിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ മറ്റൊരു ക്രോം ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ ഒരു ഫോം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ റെസ്പോണ്ടൻസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെയായിരിക്കും അവർക്ക് മെസ്സേജ് കിട്ടുന്നത്. ഫോം ഇപ്പോൾ റെസ്പോൺസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും റെസ്പോണ്ടൻസിന് ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, റെസ്പോൺസ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയം ടീച്ചർ അല്ലെങ്കിൽ ആരാണോ ഈ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് അവർ ആ സമയത്ത് ഓൺലൈനിൽ ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ലൈവ്ലി ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. ലൈവ്ലി നിങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസ് ക്ലോസ് ചെയ്യാം. പക്ഷേ അതേസമയം നിങ്ങൾ ഈ ഒരു ഗൂഗിൾ ഫോം യൂസ് ചെയ്തൊരു അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് നിങ്ങൾ കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺലൈനായിട്ടൊരു അസസ്മെൻറ്റ് നടത്തുകയാണ്. പക്ഷെ നിങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ ഓൺലൈനിൽ ഉണ്ടായിരിക്കുകയില്ല. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് റെസ്പോൺസസ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സെൻഡ് ബട്ടൻ്റെ അടുത്ത് നിങ്ങൾക്ക് മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഓൺസ് ചൂസ് ചെയ്യുക. ആഡ് ഓൺസ് ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് ജി സ്യൂട്ട് മാർക്കറ്റ് പ്ലേസിൻ്റെ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഫോം ലിമിറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ഫോമിൽ വേണ്ടിയിട്ടുള്ള ആഡ് ഓൺ എന്ന് പറയുന്നത്, ഫോം ലിമിറ്റർ. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അക്കൗണ്ട് ചൂസ് ചെയ്ത് കൊടുക്കുക. പെർമിഷൻസ് എല്ലാം ഗ്രാൻറ്റ് ചെയ്ത് കൊടുക്കുക ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൺ. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ റൈറ്റ് സൈഡിൽ ഫോം ലിമിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഓൺ എന്ന് പറഞ്ഞ് പുതിയതായിട്ട് ഒരു ബട്ടൺ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോം ലിമിറ്റർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ഓൺസിൽ ക്ലിക്ക് ചെയ്യുക, ഫോം ലിമിറ്റർ ചൂസ് ചെയ്യുക, അതിൽ സെറ്റ് ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റ് ടൈപ്പിൽ നിങ്ങൾക്ക് നോർമലി 3 ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം, അതായത് ഒരു പെർട്ടിക്കുലർ ഡേറ്റും ടൈമും കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫോം ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോം റെസ്പോൺസസ്, ഇപ്പോൾ ഒരു 100 റെസ്പോൺസ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോം ക്ലോസ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. തേർഡ് വൺ എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ് സെൽ വാല്യൂ. സ്പ്രെഡ്ഷീറ്റിലുള്ള ഒരു സെൽ വാല്യൂ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ബേസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ എത്തുമ്പോൾ ക്ലോസ് ചെയ്യത്തക്ക രീതിക്ക് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ആക്കാം.
അപ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് നമ്മൾ കോമൺലി നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണാണ് ഡേറ്റ് ആൻഡ് ടൈം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ഡേറ്റ് തന്നെ ചൂസ് ചെയ്യാൻ പോവുകയാണ്, കാരണം നിങ്ങൾക്ക് ഡെമോ കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പിൽ ടൈം കാണാം 3:39 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡെമോ കാണിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 3:45 ഞാൻ ചൂസ് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ്സ് ഞാൻ കൊടുക്കുകയാണ്. 3:45 കൊടുക്കുകയാണ്. സെറ്റ് ചെയ്യുന്നു. സേവ് ആൻഡ് ഇനേബിൾ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഒരു 3:45 കഴിഞ്ഞിട്ട് എൻ്റെ ഈ ഒരു ഫോം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇങ്ങനെയുള്ളൊരു മെസ്സേജ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിത് ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോമിൽ ലിമിറ്ററിൻ്റെ ടാബ് ക്ലോസ് ചെയ്യാതിരിക്കുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസേബിളായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഇത് വർക്ക് ആവില്ല. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിനിമൈസ് ചെയ്ത് ഇടാവുന്നതാണ് ഇതുപോലെ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കി തന്നെ വെക്കുക, പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടൈം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 3:46 ആയിട്ടുണ്ട്. ഞാനിവിടെ 3:45 ആയിരുന്നു ടൈം കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഫോമിൻ്റെ റെസ്പോൺസ് എന്തായെന്ന് നമുക്ക് നോക്കാം. ഞാൻ റെസ്പോൺസസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കലി നോട്ട് അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇനേബിൾ ആയിരിക്കുകയാണ്. അതായത് റെസ്പോൺസ് ഒന്നും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പഴയ അക്സെപ്റ്റിംഗ് റെസ്പോൺസസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഡിസേബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ 3:45 കഴിഞ്ഞപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആയതാണ്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ക്രോം ഇൻസ്റ്റൻസ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം റെസ്പോണ്ടൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് ഇതായിരിക്കും, ഫോം ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ഫോം ലിമിറ്റർ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ആ ടൈമിൽ ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് സ്കെഡ്യൂൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഡ്യൂ ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഫോം റെസ്പോൺസ് കളക്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Then tap the notification button and stay tuned for more technology videos. Thank you.